channel. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പിയുമായിട്ടായിരിക്കും തേൻ മിഠായി. ഇത് നമുക്ക് വീട്ടിൽ ദോശമാവ് ഇരിപ്പുണ്ടെങ്കിൽ വെറും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ് ട്ടോ. എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. തേൻ മിഠായി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ തലേന്നത്തെ ദോശമാവാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട്. തലേന്നത്തെ മാവ് എടുക്കുകയാണെങ്കിൽ നല്ല പോലെ പൊങ്ങി നല്ല പോലെ തേൻ മിഠായി റെഡിയാക്കി കിട്ടും. എന്നാലും ഇന്നത്തെ മാവ് ഉപയോഗിച്ചിട്ടും നമുക്ക് തേൻ മിഠായി റെഡിയാക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം റെഡ് ഫുഡ് കളറോ അല്ലെങ്കിൽ ഓറഞ്ച് ഫുഡ് കളറോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതിട്ടോ നമുക്ക് തേൻ മിഠായി റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഓറഞ്ച് ഫുഡ് കളർ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. യെല്ലോ കളർ വേണമെങ്കിൽ അതും ചേർക്കാം. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് റെഡോ അല്ലെങ്കിൽ ഓറഞ്ചോ ഫുഡ് കളറിലാണ് തേൻ മിഠായി റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഓറഞ്ച് ഫുഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ തേൻ മിഠായിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഏകദേശം 1 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പോളം വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കാം. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യരുത്. ഇതേ സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിൽ അല്പം ഓയിൽ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേൻ മിഠായിയുടെ ബാറ്റർ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടോ കോരി ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതിന്റെ ഷേപ്പ് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിന് ഷേപ്പൊക്കെ ബോൾ പോലെ ആയിട്ട് വരും. ഇത് 2 സൈഡും നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റിയെടുക്കാം. എണ്ണയിൽ നിന്നും കോരി മാറ്റിയ ഇതിനെ ഉടനെ തന്നെ ചൂടായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഇതിനെ ഈ ഷുഗർ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ആയപ്പോഴേക്കിന് നമ്മുടെ തേൻ മിഠായിയുടെ അകത്തേക്ക് നല്ല പോലെ ഷുഗർ സിറപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ തേൻ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടിയിട്ട് തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.